കേരളത്തിലെ പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ വിഷമമുണ്ട്. കാര്യം ഉപജീവനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ആ പ്രതിസന്ധി നേരിടുന്നത് ഒരു മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം അവൻ്റെ ജീവിതത്തെ തകിടം മറിക്കുന്ന അവസ്ഥയെ നമ്മൾ ഒരിക്കലും പരിഹസിക്കുന്നില്ല. അത്തരം അവസ്ഥകൾ ഒരു മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തന്നെ. പക്ഷേ ഇന്നലകളിൽ ഒരു സർക്കാർ പരാജയപ്പെട്ട സന്ദർഭങ്ങളിൽ ഇവർ നടത്തിയ ചില ആഘോഷ പരിപാടികളുണ്ട്. കാര്യം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രൈവറ്റ് ബസ് മേഖല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മത്സര ഓട്ടം, മരണപ്പാച്ചിൽ തുടങ്ങിയ വാക്കുകളിലും ആ പ്രവൃത്തിയുടെ ഭാഗമായി നിരവധി പേർക്ക് റോഡിൽ ജീവൻ പൊലിയുന്ന സാഹചര്യമുണ്ടായി. അതിനെതിരെ കർശനമായ നടപടി സ്വീകരിച്ചു. അത് പ്രൈവറ്റ് ബസ് മുതലാളിമാരെ വല്ലാതെ പൊള്ളിച്ചിരുന്നു, ജീവനക്കാരെയും വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആ സർക്കാർ തോറ്റ സന്ദർഭത്തിൽ അവരടിച്ച വാചകങ്ങൾ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ കേൾക്കണം. ഹായ് പൊന്നപ്പനാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിലെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഒന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി പോയതാണ്. കാരണം ഇന്ന് ഇലക്ഷന്റെ റിസൾട്ട് വന്ന ദിവസമാണ്. അതിൽ ഒരുപാട് സന്തോഷം തോന്നിയത് വേറൊന്നുമില്ല. മോട്ടോർ വാഹന മേഖല തകർത്തവരെ ജനം തകർത്തെറിഞ്ഞു. എത്രയും കൂട്ടിയേച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച ഒരു വാർത്തയായിരുന്നു അത്. ഏതാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ പൊതുഗതാഗതത്തെയും സ്വകാര്യ ബസ്സുകളെയും ടൂറിസ്റ്റ് ബസ്സുകളെയും തകർത്ത് കളഞ്ഞവർക്ക് ജനങ്ങൾ നൽകിയ മറുപടി. നമ്മളെ ഉദ്ദേശിച്ചതാ, നമ്മളെ എത്ര കാലം ചോര കുടിച്ച ഗണേശ് എത്ര പ്രസ്ഥാനം രണ്ടുണ്ട്. പ്രൈവറ്റിലൊക്കെ പോയിട്ട് ആൾക്കാരായി നിൽക്കണൊക്കെ ഈ കണ്ട കാലം ഞങ്ങൾ സ്വന്തം പാർട്ടിയാണ്, ഞങ്ങൾ പാർട്ടിയുടെയാണ്. പക്ഷെ ഇങ്ങനെ ആഘോഷിച്ച ഭാരതോ അതിന് പകരമാണ് ഈ പൊട്ടിക്കുന്നത്. അമ്മാരി വെപ്പിക്കണ ചോര കുടിച്ചു പറഞ്ഞാൽ പോരാ. ഇങ്ങനെ ചോര കുടിച്ചൊരു വെള്ള പെയിന്റ് അടിച്ച കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് നമ്മളെ 3 മാസത്തോളം ഇടങ്ങാറാക്കിയത് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പോട്ടെ. ഞങ്ങളെ പ്രതികാരം കണ്ടല്ലോ, പടക്കം പൊട്ടിച്ചും ബിരിയാണി കഴിച്ചൊക്കെ ആഘോഷിച്ചവർ ഇന്നത്തെ അവസ്ഥ കാണുമ്പോഴാണ് സങ്കടകരം. കാര്യം ഞങ്ങൾ വിചാരിച്ചവരെ കൊണ്ടുവന്നേ എന്ന് നിലവിളിച്ചു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആളില്ലാതെ ഓടുന്ന ബസ് ജൂലൈ 1-ാം തീയതി മുതൽ ഓട്ടം നിർത്താൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളും കഴിഞ്ഞ സർക്കാരിനെതിരെ വലിയ വായിൽ വിമർശനം ഉന്നയിച്ചിരുന്നവർക്ക് ഇപ്പോൾ ഭേഷ കിട്ടുന്ന ഇടപെടൽ നടത്തി. കാര്യം എങ്ങനെയും വോട്ട് വാങ്ങി ജയിച്ചിട്ട് അതിൻ്റെ പേരിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഞങ്ങളുടെ പോക്കറ്റിലേക്ക് ഒപ്പിക്കണമെന്നുള്ള ടീംസാണ് അധികാരത്തിൽ വന്നത്. അവരെ സംബന്ധിക്കുന്നിടത്തോളം മറ്റൊരു മേഖല പ്രതിസന്ധിയിലായാൽ അവർക്കതൊരു വിഷയമുള്ള കേസല്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യും. എവിടെ? ആ മൈക്കിലൂടെയുള്ള ഡയലോഗിൽ മാത്രം. അല്ലാതെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് 10 പൈസയുടെ ഗുണം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. സംശയമുള്ള പ്രൈവറ്റ് ബസ്സുകാർ ദുരന്തത്തിൽപ്പെട്ട വയനാട് ജനതയെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. കാര്യം അവരുടെ പേരിൽ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് ചിന്നിച്ചിതറിയ മനുഷ്യരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിരിവെടുത്ത പണം അത് പുട്ടടിച്ച ടീംസിന് നിങ്ങളുടെ ദുഃഖം ഒരു വലിയ പ്രശ്നമായി മാറുമെന്ന് കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ? ഇന്നലകളിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും അവരുടെ ജീവനും ഉറപ്പ് നൽകാൻ വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നിയമലംഘന പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എത്രയെത്ര മനുഷ്യരാണ് റോഡിൽ നിങ്ങളുടെ മത്സരപ്പാച്ചിൽ കാരണം ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർക്കൊപ്പം തന്നെയാണ് നിന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സേവനങ്ങൾ വേണ്ടത് പൊതുജനങ്ങൾക്കാണ്. ആ പൊതുജനങ്ങൾക്ക് നിങ്ങൾ സേവനങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വരുമാനത്തിനോടൊപ്പം അവരുടെ സുരക്ഷയും അവരുടെ ജീവനും ഉറപ്പാക്കാനും നിങ്ങൾക്ക് ബാധ്യതയുണ്ടായിരുന്നു. അതിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി. GPS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണം, ക്യാമറകൾ വേണം തുടങ്ങി മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായി ഇടപെട്ടപ്പോൾ ആ ഒരു മേഖല അറിയാലോ, വലിയ മുതലാളിമാരുടെ മേഖലയാണ്, കുഴപ്പക്കാർ മുഴുവൻ അടിഞ്ഞിട്ട് കിടക്കുന്ന മേഖലയാണ്. അങ്ങനെയുള്ളൊരു മേഖലയെ നവീകരണത്തിൻ്റെ പാതയിലാക്കി. അത് വല്ലാത്ത വിമിഷ്ട സൃഷ്ടിച്ചിരുന്നു. കാര്യം നമുക്ക് തുറന്നടിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ തോന്നിവാസങ്ങൾ നടക്കില്ല. ബസ് ഡ്രൈവറിനും ബസ്സിലെ കണ്ടക്ടറിനും ബസ്സിലെ കിളിയായിട്ടുള്ള വ്യക്തിക്ക് പോലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ ശൃംഖലയാണ് എന്ന തരത്തിലൊക്കെ പരാതികൾ ഉയർന്നപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അത് ആർക്കു വേണ്ടി? ജനത്തിനു വേണ്ടി. അത് നിങ്ങളുടെ ഉള്ളിൽ വികാരമുണ്ടാക്കിയിരുന്നു, നിങ്ങൾ ആഘോഷിച്ചിരുന്നു. ഇന്നിപ്പോൾ എന്ത് കിട്ടി? അവർ ആഗ്രഹിച്ചതുപോലെ മേനോൻ മുഖ്യമന്ത്രി വന്നു, KSRTCയിൽ സൗജന്യ യാത്ര കൊടുത്തു. ഇപ്പോൾ പടക്കം പൊട്ടിച്ചവരും
ബിരിയാണി കഴിച്ച് ആഘോഷിച്ചവരുടെ ജീവിതം ആമ്പലും കഞ്ഞിയുമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഇന്നലകളിൽ ചെയ്ത തെറ്റായ പ്രവർത്തനത്തിനെതിരെ നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾക്കൊരു വലിയ ശൃംഖലയുണ്ട്, അത് ഉപയോഗപ്പെടുത്തി ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തി എന്ന് ആഘോഷിച്ചവർ ഇന്നിപ്പോ ആ ശൃംഖല മുഴുവൻ തകർന്ന് നാമാവിശേഷമാകുമ്പോൾ ഉയരുന്ന ആ നിലവിളി ഉണ്ടല്ലോ, ആ നിലവിളി കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയം വരുത്തി വെച്ചതിന് ശേഷം എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ആ രക്ഷപ്പെടുത്തേണ്ടവർ ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല, നോക്കാനും പോകുന്നില്ല. നിങ്ങൾ ചെയ്ത പാപത്തിൻ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കുന്നു. പറയുന്ന കേട്ടിട്ടില്ലേ, വിതച്ചതേ കൊയ്യുള്ളൂ.